നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളും വിശേഷങ്ങളും എന്തെന്ന് നോക്കാം. ആദ്യം മലയാള മനോരമ. മലയാള മനോരമയിൽ ഇന്ന് പ്രാധാന്യം ഏറെ നൽകിയിരിക്കുന്നത് കാശെടുക്ക് എന്ന തലക്കെട്ടോടുകൂടി രക്ഷാപ്രവർത്തനം 132 കോടി ചോദിച്ച് വ്യോമസേന. കാശെടുക്ക് 2006 മുതലുള്ള കുടിശ്ശിക 2018 പ്രളയകാലത്തേതു മാത്രം 104 കോടി കേന്ദ്ര ഫണ്ടിൽ നിന്ന് അനുവദിക്കണമെന്ന ആവർത്തിച്ചുള്ള ആവശ്യം തള്ളി. അതായത് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ബാധിതർക്കായി കേന്ദ്ര സഹായം കാത്തിരിക്കുന്ന കേരളം വ്യോമസേനയുടെ പലപ്പോഴായുള്ള രക്ഷാപ്രവർത്തന ചെലവുകൾക്ക് 132.61 കോടി രൂപ അങ്ങോട്ട് നൽകേണ്ട ഗതികേടിൽ 2006 മുതൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചതിൻ്റെ ചെലവ് എത്രയും വേഗം നൽകണമെന്നാവശ്യപ്പെട്ട് വ്യോമസേനയുടെ എയർ വൈസ് മാർഷൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചതാണ് കാരണം. ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് തുക അനുവദിക്കണമെന്ന ആവർത്തിച്ചുള്ള ആവശ്യം കേന്ദ്രം തള്ളിയ സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ഈ തുക അനുവദിച്ച ഉത്തരവിറക്കാനാണ് സംസ്ഥാന തീരുമാനം. എന്തായാലും സാമ്പത്തിക പിരിമുറുക്കം കൊണ്ട് വലയുകയാണ് കേരളം. കേന്ദ്രത്തിൻ്റെ ഒരു കൈസഹായം അതിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വശം. ഇരുകൂട്ടരും കൂടി സംസ്ഥാനത്തെ സാമ്പത്തിക ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടരുതെന്നൊരു അപേക്ഷ മാത്രമേ ഈ വിഷയത്തിലുള്ളൂ. മലയാള മനോരമയുടെ ദിനചിത്രത്തിൽ ഇന്ന് കൗതുകരമായ ഒരു ചിത്രമാണ്. അതായത് എല്ലാം ശരിയാവും എന്ന തലക്കെട്ടോടുകൂടി തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി നടി ശബാന ആസ്മിക്ക് പിണറായി വിജയൻ ഉപഹാരശില്പം തലതിരിച്ച നിലയിൽ നൽകാനൊരുങ്ങുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അബദ്ധത്തിൽ ആ വിധമാണ് ശില്പം മുഖ്യമന്ത്രി കൈമാറിയത്. ചുറ്റുമുള്ളവർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ശില്പം നേരെയാക്കി സമ്മാനിക്കുന്നതാണ് രണ്ടാമത്തെ ചിത്രം. മന്ത്രിമാരായ സജി ചെറിയാൻ, വി ശിവൻകുട്ടി എന്നിവർ സമീപമുണ്ടായിരുന്നു. മുകളിലും താഴെയുമായിട്ട് ആ ചിത്രം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ അബദ്ധങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. ട്രോഫി തലതിരിച്ച് കൊടുത്തു എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് തിരിച്ചറിയുകയും നേരെയാക്കി കൊടുക്കുകയൊക്കെ ചെയ്തത്. എല്ലാം ശരിയാവും എന്ന തലക്കെട്ട് ആ ചിത്രത്തിൽ നൽകിയിരിക്കുന്നു. മനോഹരമായൊരു ചടങ്ങാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ്. ലോകോത്തര സിനിമകൾ, പല രാജ്യത്തു നിന്ന് ഉണ്ടായ സിനിമകൾ ഒരു കിടക്കീഴിൽ കാണാൻ കഴിയുന്നൊരവസരം. എല്ലാവരും വരണം, കാണണം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചലച്ചിത്രമേള ലോകമെമ്പാടുമുള്ള ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് നേതാക്കൾക്കെതിരെ കേസെടുത്താൽ MV ഗോവിന്ദൻ ഉൾപ്പെടെ പ്രതിയാകും എന്ന തലക്കെട്ടോടുകൂടിയുള്ളൊരു വാർത്താ മലയാള മനോരമയിലുണ്ട്. അതായത് വഞ്ചിയൂരിൽ CPM സമ്മേളനത്തിനായി റോഡ് തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്താൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം പ്രതികളാകും. സമ്മേളനത്തിനായി സ്ഥാപിച്ച സ്റ്റേജിൽ ഉണ്ടായിരുന്ന നേതാക്കൾക്കെതിരെ കേസെടുക്കാത്തത് എന്തെന്ന് ഹൈക്കോടതി ആരാഞ്ഞ സാഹചര്യത്തിൽ നേതാക്കളെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇനി പോലീസിനാകില്ല. എന്തായാലും ഇതൊക്കെ വളരെ തെറ്റായൊരു കാര്യമാണ്. അത് ഏത് പാർട്ടി നടത്തിയാലും റോഡ് ഉപരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ റോഡ് തടഞ്ഞു നിർത്തിക്കൊണ്ട് റോഡ് തടഞ്ഞൊക്കെ സ്റ്റേജ് കെട്ടുക എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ മുടക്കുന്ന, അടിസ്ഥാനപരമായ അവരുടെ ഒരു അവകാശത്തെ തടയുന്ന ഒരു തെറ്റാണ്. അത് തീർത്തും മോശമായൊരു പ്രവണതയാണ്. ദയവായി ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക. പോലീസ് അതിൽ നടപടി സ്വീകരിക്കണം. ഇനി എന്തായാലും ഹൈക്കോടതിയുടെ ഉത്തരവുള്ളത് കൊണ്ട് പോലീസിന് നടപടി സ്വീകരിച്ചേ മതിയാകൂ. അതിൽ MV ഗോവിന്ദൻ മാഷ് ഉൾപ്പെടുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മലയാള മനോരമയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പേജ് കൂടി ഇന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകൾ കൂടിയുണ്ട് നിസ്സാരം. റോഡ് അപകടങ്ങളിൽ പഠനം മാത്രം മുറ പോലെ മനുഷ്യജീവന് വിലയില്ലേ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. 4 വർഷത്തിനിടെ 3 റാറ്റ് പാക്ക് റിപ്പോർട്ട് നടപടി ഒന്നുമായിട്ടില്ല. ഇന്നലെ മാത്രം 7 പേർ മരണപ്പെടുന്നു. വളരെ ഭയാനകമായൊരു കാര്യമാണ്. അതായത് പാലക്കാട് കരിമ്പ പനയമ്പാടം പോലെ നാടിനെ ഞെട്ടിക്കുന്ന ഓരോ അപകടത്തിലും അനധികൃതരും പ്രതിക്കൂട്ടിൽ. സ്ഥിരം അപകട മേഖലകളിൽ യാത്രാ സുരക്ഷ ഉറപ്പാക്കാൻ പഠനങ്ങൾ നടത്തുന്നതല്ലാതെ അവയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും സർക്കാരിൻ്റെയോ ചുമതലപ്പെട്ട ഏജൻസിയുടെയോ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ നാറ്റ്പാക് റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. അതായത് കേരളത്തിലെ ഏറ്റവും അപകട സാധ്യതയുള്ള 75 സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടി നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ, അതാണ് നാറ്റ്പാക്. ആ നാറ്റ്പാക്കിൻ്റെ റിപ്പോർട്ടുകൾ എല്ലാ തവണയും വരുന്നതല്ലാതെ ഇതിലൊരു നീക്കുപോക്കൊന്നും ഉണ്ടാകുന്നില്ല. അപകടങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നു. കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിയുന്നു. ഒന്നും അറിയാത്ത സാധാരണക്കാരായ ജനങ്ങൾ സർക്കാരിൻ്റെയും ഏജൻസികളുടെയും പിടിപ്പുകേട് കൊണ്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. അത് വളരെ രൂക്ഷമാണ്. അതിനെതിരെ വേണ്ട നടപടി സ്വീകരിക്കണം. ഇന്നലെയും 7 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതൊക്കെ വളരെ ശ്രദ്ധ നൽകേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ലോറി വീണ് മരിച്ച 4 കുട്ടികളെ ഒരുമിച്ച് കബറടക്കി. യാത്രാ സ്നേഹമുറ്റത്ത് നിന്ന് ചിരിച്ചുകൊണ്ട് രാവിലെ സ്കൂളിലേക്ക് യാത്ര പറഞ്ഞു പോയ പൊന്നുമോൾ റിദ ഫാത്തിമ വെള്ള പുതച്ച് തിരിച്ചു വരുമ്പോൾ അവസാനമായി ഒന്ന് കിടത്താൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലായിരുന്നു ഉപ്പ അബ്ദുൾ റഫീഖിന്.
വിഷമം കണ്ടപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന MS നാസർ പറഞ്ഞു, മോളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നോളൂ. നാസറിൻ്റെ വീട്ടുമുറ്റത്ത് കിടത്തിയ ഹൃദയെ അവളുടെ മാതാപിതാക്കൾ അവസാനമായി അടുത്തിരുന്ന് മതിപോരുവോളം കണ്ടു. പലതും പറഞ്ഞ് കരഞ്ഞു. പനയമ്പാടത്ത് സിമൻ്റ് ലോറി ദേഹത്തേക്ക് മറിഞ്ഞു മരിച്ച ഹൃദ ഫാത്തിമയുടെ പിതാവ് റഫീഖ് ഓട്ടോ വാടകയ്ക്കെടുത്ത് ഓടിക്കുകയാണ്. ഒരു കെട്ടിടത്തിന് മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നു. വളരെ ദയനീയമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വിഷമങ്ങൾ അവരെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിസ്സഹായരാണ് മനുഷ്യന്മാർ ഈ വിഷയത്തിൽ. അവർക്ക് ദൈവം മനോബലം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എയ്ഡഡ് സ്കൂൾ നിയമനം സർക്കുലർ മരവിപ്പിച്ചു. കഴിഞ്ഞ 3 വർഷം എയ്ഡഡ് സ്കൂളുകൾ നടത്തിയ സ്ഥിര നിയമനങ്ങൾ ദിവസവേതന അടിസ്ഥാനത്തിലാക്കാനുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ വിവാദ സർക്കുലർ ഒടുവിൽ മരവിപ്പിച്ചു. 2021 നവംബർ 8 ശേഷം നൽകിയ സ്ഥിര നിയമന ഉത്തരവുകൾ പിൻവലിച്ചു പകരം പുതിയ ദിവസവേതന ഉത്തരവുകൾ നൽകേണ്ടി വരുമെന്ന ആശങ്കയിലായിരുന്നു മാനേജ്മെന്റുകൾക്കും അധ്യാപകർക്കും. 18 ശേഷം റോഡിലും റോഡിന്റെ ഭാഗങ്ങളിലും പരസ്യ ബോർഡ് കാണരുത്. ഈ മാസം 18 ശേഷം പൊതു റോഡുകളിലെ നടപാതകളിലും കൈവരികളിലോ മീഡിയനുകളിലോ ഒരാളുടെയും പേരോ ചിത്രമോ കാണരുതെന്നും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശം. റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ ഫ്ലെക്സ് ബോർഡുകൾക്കും കൊടിത്തോരണങ്ങൾക്കും ഒക്കെ വലിയ പങ്കുണ്ട്. വലിയ അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് ദയവേത് അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. തിരക്കിൽ ആരാധികയുടെ മരണം. അറസ്റ്റിലായ അല്ലു അർജുന് ജാമ്യം. കേസ് പിൻവലിക്കാൻ തയ്യാറെന്ന മരിച്ച യുവതിയുടെ ഭർത്താവ്. പ്രതിപക്ഷ പാർട്ടികളും സിനിമാ പ്രവർത്തകരും പിന്തുണയുമായി എത്തി. പുഷ്പ 2 സിനിമയുടെ ആദ്യ ദിന പ്രദർശനത്തിനിടെ തിരക്കിൽ യുവതി മരിച്ച സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുന് തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട താരത്തിന് വൈകിട്ടാണ് ഹൈക്കോടതി 2 ആഴ്ചത്തെ ജാമ്യം അനുവദിച്ചത്. താരമാണെങ്കിലും സാധാരണ പൗരനുള്ള അവകാശങ്ങൾ അല്ലു അർജുനും ഉണ്ടെന്ന് കോടതി പറഞ്ഞു. എന്തായാലും സർക്കാരിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഈ വിഷയത്തിലുള്ള തീരുമാനങ്ങൾ ദ്രുതഗതിയിലായിരുന്നു. വളരെ ശരിയായ രീതിയിലുള്ള പോക്കായിരുന്നു. അല്ലു അർജുനല്ല, ഇനി ആരാണെങ്കിലും അവരെല്ലാവരും നിയമത്തിൻ്റെ കീഴിലാണ് എന്ന ബോധ്യം അവിടുത്തെ പോലീസിനും സർക്കാരിനുമൊക്കെ ഉണ്ട്. ഇവിടുത്തെ പോലീസിന് അതുണ്ടോ എന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ ഉണ്ട് എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല നടന്മാരുടെയും അറസ്റ്റിൽ അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള സാധാരണ ആളുകളെ കസ്റ്റഡി എടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ് പോലീസിനുള്ളത്. പക്ഷേ ഹൈദരാബാദിൽ അങ്ങനെയല്ല. ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങി എന്ന മറ്റൊരു വാർത്ത. ക്രിസ്മസ് പരീക്ഷയുടെ ചില ചോദ്യപേപ്പറുകൾ ചോർന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർക്കോ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കോ ഓൺലൈൻ ട്യൂഷൻ ആപ്പുകളുമായോ യൂട്യൂബ് ചാനലുകളുമായോ ബന്ധമുണ്ടോ എന്ന വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങിയത്. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ചലച്ചിത്രോത്സവവും ഉദ്ഘാടനവും ചെയ്യാനെത്തിയ മുഖ്യമന്ത്രിയെ കൂവിയ ആൾ പിടിയിൽ. രക്ഷാപ്രവർത്തകർ സിനിമയ്ക്ക് പോയിരുന്നോ എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അടുത്തത് മാതൃഭൂമിയാണ്. 17,940 ഇന്ത്യക്കാർക്ക് ട്രംപ് ഭീഷണി എന്ന തലക്കെട്ടോടുകൂടിയുള്ളൊരു വാർത്തയാണ്. ജനുവരിയിൽ അധികാരമേറ്റാലുടൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് അമേരിക്ക സാക്ഷ്യം വഹിക്കുമെന്ന നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി 18,000 ഇന്ത്യക്കാരെ ബാധിക്കും. നാടുകടത്തലിനുള്ള മുന്നൊരുക്കമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം 15 ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് നവംബറിൽ പുറത്തുവിട്ടിരുന്നു. അതിൽ 17,940 പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം. എന്തായാലും അത് ഒരുപാട് ഇന്ത്യക്കാരെ ബാധിക്കുമെന്നുള്ളത് ശരിയാണ്. കർഷക നേതാവിൻ്റെ നിരാഹാരം പരിഹാരം വേണം സുപ്രീം കോടതി. പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ കർഷക നേതാവിൻ്റെ നിരാഹാര സമരത്തിന് പരിഹാരമുണ്ടാകണമെന്ന് കേന്ദ്രത്തോടും പഞ്ചാബ് സർക്കാരിനോടും സുപ്രീം കോടതി. പഞ്ചാബിലെ കർഷക നേതാവായ ജഗ്ജിത് സിംഗ് ദല്ലേവാളിൻ്റെ അനിശ്ചിതകാല നിരാഹാരം വെള്ളിയാഴ്ച 18ാം ദിവസത്തിലേക്ക് എത്തിയതോടെയാണ് കോടതിയുടെ ഇടപെടൽ. ഒരു വ്യക്തി നിരാഹാരം കടക്കുമ്പോൾ സ്വാഭാവികമായ ഒരു കർഷകൻ കൂടിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ ഉണ്ട്. അതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ എത്രയും വേഗം തന്നെ അതിൽ ഇനി നിലപാട് സ്വീകരിച്ചേ മതിയാകും, നടപടിയെടുത്തേ മതിയാകും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും. തിരുവനന്തപുരത്ത് നടന്ന 29ാം രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചതിന് ശേഷം വിശിഷ്ടാതിഥി ഷബാന അസ്മി, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയ ആൻഹുയി എന്നിവർ ചേർന്ന് ദീപം തെളിയിക്കുന്ന ചിത്രമാണ് മാതൃഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ ലോക ചെസ് ചാമ്പ്യൻ ഗുകേഷിനായി തമിഴ്നാടും ആന്ധ്രയും. തമിഴ്നാട് അഭിമാനിക്കുന്നു. സ്റ്റാലിൻ, നമ്മുടെ സ്വന്തം തെലുങ്ക് പയ്യന് അഭിനന്ദനങ്ങൾ. ചന്ദ്രബാബു നായിഡു, പണത്തോട് ആർത്തിയില്ലെങ്കിൽ മലയാളി പയ്യനാക്കാമായിരുന്നു. കേരള കൗമുദിയിൽ
ജയിലിലേക്ക് വിട്ട അല്ലുവിന് ജാമ്യം എന്ന തലക്കെട്ടോടുകൂടി അല്ലു അർജുന് ജാമ്യം കിട്ടിയ വാർത്തയുണ്ട്. സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യയുടെ ഡി ഗുഗേഷ് ട്രോഫിയുമായി നിൽക്കുന്ന ഒരു ചിത്രം കേരള കൗമുദി ആദ്യ പേജിൽ തന്നെ നൽകുന്നു. 2019 പ്രളയം, വയനാട്, വ്യോമസേന ചോദിക്കുന്നു 132.62 കോടി രൂപ എന്ന തലക്കെട്ടോടുകൂടി വ്യോമസേന പണം ആവശ്യപ്പെട്ട വാർത്ത നൽകുന്നു. പാലക്കാട് കരിമ്പ്ര പനയമ്പാടം അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട അജ്ന തന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അന്തിമോപചാരം അർപ്പിച്ച് കരിമ്പനക്കൽ ഹാളിലെത്തിയപ്പോൾ ഉള്ള ചിത്രമാണ് കേരള കൗമുദി നൽകുന്നത്. വിതുമ്പിക്കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ മൃതശരീരത്തിന് അരികിലൂടെ ആ കുട്ടി കടന്നു പോകുന്ന ചിത്രം. വഞ്ചിയൂരിലെ സ്റ്റേജ് എം വി ഗോവിന്ദനെതിരെ കേസെടുത്തേക്കും എന്ന വാർത്ത കേരള കൗമുദിക്കും വലിയ പ്രാധാന്യത്തോടെ ഇതിന് ആദ്യ പേജ് നൽകുന്നു. ശിവഗിരി ഒരുങ്ങി, തീർത്ഥാടന കാലത്തിന് നാളെ തുടങ്ങും എന്ന വാർത്ത കേരള കൗമുദി പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. ലോകായുക്തയെ സ്വത്തുവിവരം അറിയിക്കുന്നത് പ്രഹസനമായി എന്ന തലക്കെട്ടോടുകൂടി സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുജന സേവകരും 2 വർഷം കൂടുമ്പോൾ ലോകായുക്തയെ സ്വത്തുവിവരം അറിയിക്കണമെന്ന നിയമം നോക്കുകുത്തിയായി ചെറിയ ശതമാനം ജീവനക്കാരും രാഷ്ട്രീയക്കാരും വിവരം നൽകുന്നുണ്ട്. പക്ഷേ ഇത് പരിശോധിക്കാൻ ലോകായുക്തയിൽ സംവിധാനമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകുന്നത്. IFFKയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിത്രം കൂടി നൽകുന്നു കേരള കൗമുദി. മുഖ്യമന്ത്രിയെ കൂവിയ അഭിഭാഷകൻ കസ്റ്റഡിയിലായ വാർത്ത കേരള കൗമുദി നൽകുന്നുണ്ട്. ദൈവത്തിന് ജാതിയില്ലെന്ന് സുപ്രീം കോടതിയുടെ ശ്രദ്ധേയമായ പരാമർശം. തിരുനാവായ വൈരംകോട് ഭഗവതി ക്ഷേത്രത്തിലെ പാരമ്പര്യത്തര ട്രസ്റ്റ് നിയമനവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു. ട്രസ്റ്റ് നിയമനത്തിന് തന്ത്രിയുടെ അഭിപ്രായം മാത്രം കേട്ട് ജാതി പരിഗണിക്കുന്നത് പിന്നാക്ക വിഭാഗക്കാർക്ക് തിരിച്ചടിയാകുമെന്ന വാദമുയർന്നപ്പോഴാണ് പരാമർശം. ട്രസ്റ്റ് നിയമങ്ങളിൽ ജാതി പരിഗണിക്കേണ്ടതില്ലെന്ന് ജസ്റ്റിസ് സുമാരായ MM സുന്ദരേഷ്, അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. ദേശാഭിമാനിയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന തലക്കെട്ടോടുകൂടി IFFKയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിന്റെ വാർത്ത നൽകിയിരിക്കുന്നു. ദേശാഭിമാനി സർവകലാശാലകൾ സ്തംഭനത്തിലേക്ക് എന്ന തലക്കെട്ടോടുകൂടി ദേശീയ പുരസ്കാരങ്ങളടക്കം നേടിയ ഉന്നതിയിലേക്ക് കുതിക്കുന്ന സംസ്ഥാനങ്ങളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പിന്നാക്കം വലിക്കാൻ ഗവർണർ സർവകലാശാലകളുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടേണ്ട സിൻഡിക്കേറ്റുകളുടെയും വിദ്യാർത്ഥി യൂണിയനുകളുടെയും പ്രവർത്തിക്കാൻ അനുവദിക്കാതെയാണ് നീക്കം എന്നുള്ളതാണ് ദേശാഭിമാനി നൽകുന്ന വാർത്ത. കാവിക്കൊടിയുമായി ഗവർണർ എന്ന തലക്കെട്ട് മറ്റൊരു തലക്കെട്ടോടുകൂടി നൽകുന്നു. അറസ്റ്റ് റിമാൻഡ് ക്ലൈമാക്സിൽ അല്ലുവിന് ജാമ്യം എന്ന തലക്കെട്ടോടുകൂടി അല്ലു അർജുന് ജാമ്യം ലഭിച്ച വാർത്ത ദേശാഭിമാനി നൽകുന്നു. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വ്യോമസേനാ ദൗത്യം 132.62 കോടി കേരളം തിരിച്ചടയ്ക്കണം, ജീവനും കൂലി എന്ന തലക്കെട്ടോടുകൂടി ഒരു കാർട്ടൂണൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാധ്യമം വ്യോമസേന പണം ആവശ്യപ്പെട്ട വാർത്ത നൽകുന്നു. അരികത്തുറങ്ങി അവർ എന്ന തലക്കെട്ടോടുകൂടി ജീവിതയാത്രയിൽ പിരിയാതിരുന്ന 4 പേർ അന്ത്യവിശ്രമത്തിലും ഒന്നിച്ച് നാടിനെ കണ്ണീരണിയിച്ച ഒറ്റ കബറിടത്തിൽ ആ കളിക്കൂട്ടുകാർ അവസാനമായി ഉറങ്ങി എന്നുള്ള വാർത്ത മാധ്യമം നൽകുന്നു. പാലക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹം ഉപ്പനാട് കരിമ്പ്രയിൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം വെച്ചപ്പോൾ വിതുമ്പുന്ന സ്ത്രീയുടെ ചിത്രം മാധ്യമം ആദ്യ പേജിൽ നൽകുന്നു. ലോക ചെസ് ചാമ്പ്യനായ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് ട്രോഫിയുമായി നിൽക്കുന്ന ചിത്രം മാധ്യമം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ മഹാകുംഭമേളയ്ക്കൊരുങ്ങി പ്രയാഗ്രാജ്, 1609 കോടിയുടെ വികസന പദ്ധതിയുമായി റെയിൽവേ എന്ന തലക്കെട്ടോടുകൂടി കുംഭമേളയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നു. ചക്കുളത്തകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെ നടന്ന പൊങ്കാലയിൽ നിന്നുള്ള ഒരു ചിത്രം ജന്മഭൂമി ആദ്യ പേജിൽ നൽകുന്നു. എല്ലാ വിവേചനങ്ങളും അലിഞ്ഞില്ലാതെയാവും, മഹാകുംഭം ഐക്യം മഹായജ്ഞം മോദി. ഏകാത്മകതയുടെ മഹായജ്ഞമാണ് മഹാകുംഭമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗത്തിന്റെ മഹായാഗമാണിത്. ജാതി അടക്കമുള്ള എല്ലാ വിവേചനങ്ങളും ഈ ത്രിവേണി സംഗമത്തിൽ അലിഞ്ഞില്ലാതെയാകും എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവ് ഡി ഗുഗേഷിന് ഫിഡെ അധ്യക്ഷൻ ആർക്കാഡി ദ്വാർക്കോവിച്ച് ട്രോഫി സമ്മാനിക്കുന്നു. ആ ചിത്രം നൽകുന്നു. അല്ലു അർജുന് ജാമ്യം ലഭിച്ച വാർത്ത ജന്മഭൂമി നൽകുന്നു. നിത്യനിദ്രയും ഒരുമിച്ച് അന്ത്യാഞ്ജലിയുമായി ആയിരങ്ങൾ കുഞ്ഞുങ്ങൾ മരണപ്പെട്ട് ഒരുമിച്ചടക്കിയ വാർത്ത നൽകുന്നു. സ്കൂൾ ബസ് മരത്തിലിടിച്ച് 10 കുട്ടികൾക്ക് പരിക്ക് എന്ന വാർത്ത ജന്മഭൂമി നൽകുന്നു. ആര്യനാട് സ്കൂളിൽ ബസ് മരത്തിലിടിച്ച് 10 കുട്ടികൾക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ട അമൃത കരളി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ് ഇന്നലെ വൈകിട്ട് 4:30 കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ കടുവാക്കുടിയിൽ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള മരത്തിലാണ് ബസ് ഇടിച്ചത്. ദീപികയിലേക്ക് വരുമ്പോൾ ഇരുട്ടിലാക്കി മടക്കം, നാടിൻ്റെ പൊന്നോമനകൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി എന്ന തലക്കെട്ടോടുകൂടി പാലക്കാട് മരണപ്പെട്ട കുരുന്നുകളുടെ മൃതശരീരം അടക്കം ചെയ്ത വാർത്ത ദീപിക വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. വയനാട് ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രത്തിൽ കൊടുക്കണം 13.65 കോടി.
ഇതിൽ ദീപിക നൽകിയതിൽ തെറ്റാണോ അതോ മറ്റുള്ളവർ നൽകിയ തെറ്റാണോ എന്ന് അറിയില്ല. ദീപികയിൽ 11.65 കോടിയെന്നാണ്, മറ്റുള്ളവർ 132.62 കോടിയെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ ഈ പ്രധാന വാർത്തകളും വിശേഷങ്ങളും ഇങ്ങനെയാണ്. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.